ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. രാഹുലാണെങ്കിൽ ഒരു ഹോട്ടൽ മുറിയിൽ വിഷമിച്ചങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അവന്റെ ഫോൺ ബെല്ലടിക്കുകയാണ്. അപ്പോൾ അവൻ ആ ഫോണിൽ നോക്കിയിട്ട് മോളാണല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഹലോ എന്ന് പറയുകയാണ്. അപ്പൊ അപ്പുറത്ത് നിന്ന് സരയും അച്ഛൻ എവിടെയാ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എവിടെയായാലും നിനക്കെന്താ, നീ എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചതല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അത് പിന്നെ ആ ഒരു ദേഷ്യത്തിന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതാണ്, എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റാതെ ചെയ്തു പോയതാണ് എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ മോളെ, ഇത്രയും വർഷങ്ങളൊക്കെ ആയില്ലേ ഈ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ അതിനെ പറ്റിയൊന്നും പറയണ്ട. പിന്നെ ഇത്രയും നാളും നിങ്ങളുടെ ഭാര്യ, അച്ഛൻ്റെ ഭാര്യയാണ് ഞാൻ അമ്മയെന്ന് വിളിച്ചിരുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ മാറ്റി പറയേണ്ട ഒരവസ്ഥയാണ്, അതുകൊണ്ടാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതെ, ഇപ്പൊ ഞാൻ വിളിച്ചത് അച്ഛൻ എനിക്ക് ഒരു കാലത്ത് എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തന്നിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോ കുറച്ചായിട്ട് അച്ഛൻ അതൊന്നും സാധിക്കുന്നില്ല. ആ കല്യാണിയും കിരണും അവരിപ്പോ വളർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കോ എന്ന് ചോദിക്കുകയാണ്. അതിന് തന്നെയാണ് മോളെ ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് രാഹുൽ പറയുമ്പോൾ സരയ് പറയാണ്, എൻ്റെ ജീവിതം ഏകദേശം തുലാസിലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്ന് പറയുമ്പോൾ എന്താ മോളെ അങ്ങനെ പറയാൻ കാരണം? ഒന്നുമില്ല, എനിക്ക് എന്തൊക്കെയോ, എന്തായാലും അതിന്റെ പുറകിലെ സത്യം ഞാൻ എന്തായാലും കണ്ടുപിടിക്കും എന്ന് സരയു ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം കാണിക്കുന്ന ഭാഗം നമ്മുടെ പ്രകാശനാണ്. പ്രകാശൻ ആ അമ്പലത്തിൽ, അടഞ്ഞു കിടക്കുന്ന അമ്പലത്തിന്റെ ആ മതിലിനോട് ചേർന്ന് കാലം നീട്ടി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കാറിൽ വന്നിറങ്ങുന്നത് രാഹുലാണ്. അങ്ങനെ രാഹുൽ വന്നിട്ട് പ്രകാശിന്റെ അരികിലേക്ക് വരുമ്പോൾ എടാ രാഹുലെ, ഒന്ന് പിടിച്ചേടാ എന്നെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ച് അവനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട്. പ്രകാശിനെ എഴുന്നേൽപ്പിക്കുകയാണ് രാഹുല്. ഇരുന്ന് കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അത് സാരില്ല, എന്തായാലും എൻ്റെ മനസ്സിലിപ്പോ നന്മകൾ മാത്രമുള്ളൂ എന്ന് പറയാണ്. ഞാൻ ഒരുപാട് ദുഷ്ടതരങ്ങൾ ചെയ്തിട്ടുണ്ട്, നിന്റെ അമ്മയല്ലേ നിന്റെ കാല് തല്ലിയോടിച്ചത് എന്ന് രാഹുൽ ചോദിക്കുമ്പോൾ അതെന്റെ പ്രവൃത്തിയുടെ ഗുണം തന്നെയാണ്, അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും പറയണ്ട. പിന്നെ ഇടയ്ക്ക് വെച്ച് നിന്റെ മോളെ ഞാൻ കണ്ടായിരുന്നു, സരയുവിനെ. അവളോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നീ എന്ത് പറഞ്ഞു എൻ്റെ മോളോട് എന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട്. അത് അവനെപ്പറ്റി, ആ മനോഹറിനെ പറ്റി. ആ മനോഹർ ഒരു ചതിയനല്ലടാ, അവൻ ലോകം മുഴുവൻ പെണ്ണ് കിട്ടി നടക്കുന്നവനല്ലേ. നിന്റെ മോളുടെ ജീവിതം അവൾ എന്തെങ്കിലും ഒരിക്കലും സത്യം അറിയണ്ടടാ, അത് നിന്റെ മോളുടെ ജീവിതം അവൻ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ്. നിന്നോട് ആരാ ഇതൊക്കെ എൻ്റെ മോളോട് പറയാൻ പറഞ്ഞത്? നിനക്ക് എൻ്റെ മോളെ ഉപദേശിക്കാതെ നിന്റെ മകളെയും മരുമകനെയും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യാൻ നോക്ക് എന്ന് രാഹുൽ തിരിച്ചു പറയുമ്പോൾ അവരെ ഒന്നും ചെയ്യില്ല, അത് ഞാൻ കൊടുത്ത വാക്ക് തന്നെയാണ്. ഞാൻ എന്തായാലും ഇനി മാറാൻ തന്നെ തീരുമാനിച്ച്, ഇനി ഞാനൊരു തിരിച്ചു പോക്കില്ല. തന്നെയല്ല, എന്നെ ആരും വിശ്വസിക്കുന്നില്ല, എൻ്റെ അമ്മ പോലും വിശ്വസിക്കുന്നില്ല. ഞാൻ അത്രയും എന്തൊക്കെ പറഞ്ഞിട്ടും എൻ്റെ മാറ്റമൊന്നും അവർ സ്വീകരിക്കുന്നില്ല. അപ്പൊ നീ ശരിക്കും മാറിയോ എന്ന് ചോദിക്കുകയാണ് രാഹുൽ. അതെ എന്ന് പ്രകാശം പറയുന്നുണ്ട്. എനിക്കിപ്പോ എൻ്റെ കല്യാണി മോളെ കാണണം, പിന്നെ കല്യാണി മോളുടെ കുഞ്ഞുണ്ടല്ലോ കല്ലുമോന്, അവനെ എനിക്കൊന്ന് കാണണം എന്നിങ്ങനെ പറയാണ്. അപ്പൊ നിനക്ക് ഒരു കുഞ്ഞ് മാത്രമല്ലല്ലോ പേരക്കുഞ്ഞായിട്ടുള്ളത്, രണ്ടാളില്ലേ, കാദംബരിക്കുള്ളിൽ ഒരു കുഞ്ഞ് എന്ന് ചോദിക്കുമ്പോൾ എടാ, ഞാൻ കാദംബരിയുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോയായിരുന്നു, ആ കുഞ്ഞിനെ ഞാൻ കണ്ടു, പാവയെ സമ്മാനമായി വാങ്ങിക്കൊടുക്കുകയും ചെയ്തു എന്ന് പ്രകാശം പറയുന്നുണ്ട്. അപ്പൊ രാഹുൽ പറയാണ്, നിനക്കിത് എന്താ പറ്റിയത്? നിന്നെ ഈ നിലയിലാക്കിയതും നിന്റെ മകനെ ജയിലിലാക്കിയതും ഒക്കെ അവള് കാരണം, ആ കല്യാണിയൊക്കെ. നിനക്ക് ആ ഒരു പ്രതികാരമെങ്കിലും മനസ്സിൽ വെച്ചിരുന്നൂടെ? രാഹുൽ ചോദിക്കുമ്പോൾ നമ്മുടെ പ്രകാശം പറയുകയാണ്, ഒരിക്കലുമില്ല, അവൻ്റെ കയ്യിലിരിപ്പിൻ്റെ ഫലമാണ് അവൻ മറ്റുള്ളവരെ തലക്കടിക്കുന്നത്. അവനൊരു ദുഷ്ടനാണ്, അവനിനി ഒരിക്കലും നന്നാവില്ല, എൻ്റെ മോനെ ഒരിക്കലും നന്നാവില്ല, ഇനിയിപ്പോൾ അവൻ്റെ ജീവിതം ജയിലിൽ തന്നെയായിരിക്കും. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, അത് ശരിയാണ്, നിനക്കിനിയിപ്പോൾ ആരുടെയും ഒന്നും, നിനക്ക് സ്വന്തമായി അധ്വാനിക്കാനോ നിനക്ക് ഒന്നിനും കഴിയാത്തൊരവസ്ഥയാണ്, അതുകൊണ്ട് നിനക്ക് ആരുടെയെങ്കിലൊക്കെ തണൽ വേണം, അതുകൊണ്ട് നീ സ്നേഹം നടിച്ച് പെൺമക്കളുടെ കൂടെ കൂടാൻ നോക്കുകയാണ് അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒരിക്കലും ല്ല, എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പൊക്കോളും. പക്ഷേ എനിക്ക് അവരെ ഇടയ്ക്കിടയ്ക്ക് കാണണം, എൻ്റെ കല്യാണി മോളെ എല്ലാവരെയും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണണം, ഞാൻ അതിന് ശ്രമിക്കുകയും ചെയ്യും. ഇന്ന് എന്തായാലും ഞാൻ എൻ്റെ കല്യാണി മോളുടെ വീട്ടിലേക്ക് പോകും, അവരെ എനിക്കൊന്ന് കാണണം, കല്ലുമോനെ അവനെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞങ്ങനെ ഇരിക്കുകയാണ്. നീ എന്തെങ്കിലും ചെയ്യ് എന്നും പറഞ്ഞ് രാഹുൽ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന ഭാഗം നമ്മുടെ കല്യാണിയും കിരണും കൂടിയിട്ട് ഇങ്ങനെ റൂമിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രകാശന്റെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ പ്രകാശന് ഇനി എന്തായാലും
കമ്പനിയിലോട്ടായില്ലേ ഇനി ഇങ്ങോട്ടായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളൊന്ന് സൂക്ഷിക്കണം. അവന് നമ്മളോട് സ്നേഹം നടിച്ചിട്ട് നമ്മുടെ കഴുത്തറക്കാൻ തന്നെയാണ്. പിന്നെ നീ കഞ്ഞി വെള്ളമാണ് കുടിച്ചിട്ടുള്ളതെങ്കിലും കാദംബരി കഞ്ഞി തന്നെയാണ് കുടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാദംബരി അധികമൊന്നും അയാൾ ഉപദ്രവിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കും അയാൾ കാദംബരിയുടെ അരികിലേക്ക് ചെന്നപ്പോൾ ചോറ് വേണോ എന്ന് ചോദിച്ച് വിളമ്പി കൊടുക്കാൻ പോയത്. അങ്ങനെ കൂടുതൽ അയാൾ അവിടെ സ്നേഹം നടിച്ചെത്തി അവിടെ കൂടാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കും ഓരോ അപകടങ്ങൾ വരാൻ പോകുന്നത്. നീ ഒന്ന് കാദംബരിയോട് പറഞ്ഞോളൂ എന്ന് കല്യാണിയോട് കിരൺ പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട് കിരണേട്ടാ. അപ്പോൾ രതീഷേട്ടൻ അയാൾ അങ്ങോട്ട് വരാൻ സമ്മതിക്കില്ല, രതീഷേട്ടൻ അത് ഇഷ്ടമല്ല എന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ പ്രകാശൻ വടിയും കുത്തിപ്പിടിച്ച് പയ്യെ വരികയാണ് കല്യാണിയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്, ഗേറ്റ് പൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അയ്യോ ഇതിപ്പോൾ എങ്ങനെ കടക്കാം, അങ്ങോട്ട് കടക്കാൻ ഒരു മാർഗവുമില്ലല്ലോ, പുറകുവശം പോയി നോക്കാമെന്നും പറഞ്ഞ് ആ മതിലിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ പോകുകയാണ്. അപ്പം മതിൽ ചാടണം, പ്രകാശന് മതിൽ ആ 1.5 കാലം വെച്ച് മതിൽ ചാടാനും പറ്റുന്നില്ല. അങ്ങനെയാണ് നോക്കുമ്പോൾ അവിടെ ഒരു ടയർ ഇരിക്കുന്നുണ്ടായിരിക്കും, ഒരു 2 വീലറിൻ്റെ ടയർ പോലത്തെ. അത് ആ മതിലിനോട് ചേർത്ത് വെച്ചിട്ട് അതുമ്മൽ കയറി നിന്നിട്ട് പയ്യെ തൻ്റെ കയ്യിലൊരു സഞ്ചി ഉണ്ട്, അത് പുറത്തേക്ക് ആദ്യമിട്ട് പിന്നെ വടി പതുക്കെ ഇങ്ങനെ പതുക്കെ മതിൽ ചാടുമ്പോൾ നേരെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും എഴുന്നേറ്റ് പയ്യെ ആ സിറ്റ് ഔട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ സിറ്റ് ഔട്ടിൽ ആരെയും വിളിക്കുന്നൊന്നുമില്ല. അവിടെ ഒരു ഭാഗത്ത് ആ സഞ്ചിയും ഒക്കെ വെച്ച് അവിടെ കിടക്കുകയാണ്. തൻ്റെ കയ്യിലൊരു മുണ്ടുണ്ട്, ഒരു നീല മുണ്ട്, അതും മേത്തിട്ട് പുതച്ച് അവിടെ കിടന്നുറങ്ങുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സരയുവിനെയാണ്. സരയു കിടന്നുറങ്ങുകയാണ്. നല്ല ഉറക്കത്തിലാണ് എന്ന് ധരിച്ചിട്ട് നമ്മുടെ മനോഹർ പതുക്കെ റൂമിന്റെ വാതിൽ തുറന്ന് അങ്ങോട്ട് വരികയാണ്. ഓ ഭാഗ്യം, രക്ഷപ്പെട്ടു, ഉറങ്ങുകയാണ്. നല്ല ഉറക്കം തന്നെയായിരിക്കും. എന്തായാലും ഉറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും എഴുന്നേൽക്കില്ല, ആന കുത്തിയാലും എഴുന്നേൽക്കില്ല, അതൊരു ആശ്വാസം. ഇനിയിപ്പോൾ നേരം വെളുത്തിട്ടല്ലേ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമുള്ളൂ എന്നും പറഞ്ഞ് വേഗം പോയിട്ട് ഡ്രസ്സ് ഇങ്ങനെ മാറാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് ഇട്ടുകൊണ്ട് സരയും എവിടെയായിരുന്നു ഇത്രയും നേരം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നീ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ ആദ്യമേ ഇങ്ങനെയാണ്, ഞാൻ ഉറക്കം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലും ഞാൻ അറിയില്ല, എനിക്ക് നല്ല ഉറക്കത്തിലേക്ക് ഞാൻ പോകും. പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് എനിക്ക് ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടു, ആ ഉറക്കമൊന്നും എനിക്ക് ഇനി തിരിച്ച് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അല്ല, എവിടെയായിരുന്നു ഇത്രയും നാളുടെ? ഞാൻ പറഞ്ഞതല്ലേ മനുവേട്ടൻ പുറത്തേക്ക് പോകുമ്പോൾ ഞാനും കൂടെ ഉണ്ടെന്ന്. അപ്പോൾ നിന്നെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്കൊരു മീറ്റിങ്ങും കാര്യങ്ങളും. ഞാൻ എത്ര പ്രാവശ്യം ഫോൺ വിളിച്ച്, അപ്പോൾ മീറ്റിങ്ങിനിടെ ഫോൺ എടുക്കാൻ പറ്റില്ല. മനുവേട്ടൻ്റെ ഓരോ കള്ളത്തരങ്ങൾ എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല. അപ്പം നീ എന്നെ സംശയിക്കുകയാണോ? നീ എന്നെ സംശയിക്കുമ്പോൾ എനിക്ക് എൻ്റെ വ്യക്തിത്വത്തെ എനിക്കറിയാം, നീ എന്നെ സംശയിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് മനോഹർ തട്ടിക്കയറുന്നുണ്ട് സരയുവിനോട്. അങ്ങനെ അതിനുശേഷം നീ എന്തെങ്കിലും ചെയ്യ്, അങ്ങനെ അപ്പം എനിക്ക് ആ മാല വേണമെന്ന് പറയുമ്പോൾ മാല നമുക്ക് പോയി ഒന്നിച്ച് മേടിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുമൊന്നുമില്ല, ആദ്യം പണിയാൻ കൊടുക്കണം അങ്ങനത്തെ ഡിസൈനൊക്കെ. ഞാൻ എന്തായാലും അത് ചെയ്തിട്ടുണ്ട്, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നും പറഞ്ഞ് ദേഷ്യത്തോടി മനോഹർ അവിടെ ബെഡിൽ അങ്ങനെ കയറി കിടക്കുകയാണ്. അപ്പം സരയു ഇങ്ങനെ കിടന്നിട്ട് ഒന്ന് കൈ അവൻ്റെ ദേഹത്തേക്ക് എടുത്തിടുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, മനുവേട്ടൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. മനുവേട്ടൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും സരയുടെ മനസ്സിൽ ഇങ്ങനെ കരുതുകയാണ്, എന്തായാലും ഇതിൽ ഞാൻ വീഴില്ല, ഇതിൻ്റെ പുറകിലുള്ള സത്യം ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് സരയെ മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ദീപയെ കാണിക്കുകയാണ്. ദീപ രാവിലെ തന്നെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ പേപ്പറൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ അവിടെ കിടക്കുകയാണ് പ്രകാശന്. അപ്പോൾ ഇതാരാ ഈ കിടക്കുന്നത്? അങ്ങനെ പെട്ടെന്ന് തലയെത്തി നോക്കുമ്പോൾ പ്രകാശിൻ്റെ മുഖം കണ്ട് ഞെട്ടിയിട്ട് അവിടെ കിടക്കട്ടെ, എല്ലാവരെയും വിളിച്ച് കാണിക്കാം ഈ ഒരു കാഴ്ച എന്നും പറഞ്ഞ് ദീപ അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ കല്യാണം കുളിച്ച് തല തോർത്തുകയാണ്. കിരൺ ഒരു കോഫിയൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് റൂമിൽ. അങ്ങനെ അവിടെ ചെന്നത് അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. മക്കളൊന്ന് വന്നേ എന്ന് പറയണം. ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. വായോ, വന്നു കഴിഞ്ഞാൽ അറിയാലോ എന്ന് പറയണം. വല്ല നായ്ക്കളാണോ എന്ന് ചോദിക്കുന്നു. ഞാൻ ഗേറ്റൊക്കെ പൂട്ടിയതാണല്ലോ എന്ന് കല്യാണി പറയുമ്പോൾ, നായ്ക്കളൊന്നുമല്ല, ഒരു മനുഷ്യനാണ് കിടക്കുന്നത്. അപ്പോൾ മനുഷ്യനോ? അങ്ങനെ നമ്മുടെ മതിൽ ചാടി വന്ന് കിടക്കാനുള്ള ധൈര്യം ആർക്കാണ്? ഇന്നെന്തായാലും അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നും പറഞ്ഞ് തല്ലാനുള്ള ഭാവത്തിൽ നമ്മുടെ കിരണം അവിടേക്ക് വരികയാണ്. അങ്ങനെ 3 പേരും വന്നിട്ട് ആ സിറ്റ് ഔട്ടിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പ്രകാശനെ കണ്ട് 3 പേര് അങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ബൈ, താങ്ക് യു.